കുടിച്ചേ പറ്റൂന്നൊന്നും ഞാൻ വാശി പിടിക്കുന്നില്ല. എന്തായാലും ഞാനേ ഇതിവിടെ വെക്കുക. നിനക്ക് വേണമെങ്കിൽ എടുത്ത് കുടിച്ചാ മതി. പിന്നെ ഗ്ലാസ് നീ ആരും അറിയാതെ വെച്ചാ മതി. ഒരു കാര്യം ഞാൻ പറയാൻ പ്രിയങ്കേ, ഇനി ഇവിടെ പരിഹാര പൂജകളുടെ ഒരു മേളം തന്നെയായിരിക്കും. അതിനനുസരിച്ച് നിന്റെ പട്ടിണിയും വ്രതവും ഒക്കെ കൂടിക്കൊണ്ടേയിരിക്കും. എല്ലാം ഒക്കെ ചെയ്തു പോയാലേ ചിലപ്പോ നിനക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റിയെന്ന് വരില്ല. പ്രിയങ്കേ, നീ വേണമെങ്കിലേ ആരോടെങ്കിലും ഒന്ന് ചോദിച്ചു നോക്ക്. അരിയാഹാരത്തിനല്ലേ വിലക്കുള്ളൂന്ന്. അങ്ങനെയാ ഞാനും കേട്ടിട്ടുള്ളത്. അത്രേ ഉള്ളൂ. പിന്നെ മുത്തശ്ശിക്കെല്ലാം 1000 കൊല്ലം മുന്നേ നടന്ന അതേപോലെ തന്നെ നടക്കണമെന്നാ. പ്രിയങ്ക, അതിനൊക്കെ നിന്നുകൊടുത്താലേ നമ്മൾ അതോടുകൂടി തീരും. ഇവിടെ വെച്ചിട്ടുണ്ട്. ഏട്ടത്തി, ഇതിലേ ഞാൻ വിഷമൊന്നും കലക്കിയിട്ടില്ല. എനിക്കാരോട് മനസ്സലിവ് തോന്നിയാലും എല്ലാവർക്കും എന്നെ സംശയമാണല്ലോ. യശോദേ, നീ ഒന്ന് വന്നേ. എന്താ അമ്മേ? നിന്നോട് എന്റെ കൂടെ വരാനാ പറഞ്ഞത്. നിന്റെ മോൾ എന്ത് ഭ്രാന്താ കാണിക്കുന്നെന്ന് ചെന്ന് നോക്ക്. ഇങ്ങോട്ട് വാ. നീ കൂടുതൽ നിഷ്കളങ്ക ചമയല്ലേ? നീ എന്താടി ഭക്ഷണം കഴിക്കാതിരുന്നത്? എന്ത് കഴിച്ച് വിശപ്പ് മാറ്റുമെന്നാ നീ പറഞ്ഞേ? വരുൺ താലി കെട്ടിയ പെണ്ണ് ഒരിക്കൽ എടുക്കണമെന്ന് പറഞ്ഞതും രാവ് മുഴുവൻ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞതും നീ അനുസരിക്കാൻ തീരുമാനിച്ചു അല്ലേ? എത്ര പറഞ്ഞാലും നിന്റെ മനസ്സിൽ നിന്ന് അത് തൂത്തു തുടച്ച് കളയാൻ പറ്റുന്നില്ല അല്ലേടി? അനുജത്തിയുടെ കൂടെ ഒരു മുറിയിൽ ഉറങ്ങുന്നവനെ നീ മനസ്സിൽ വെച്ച് പൂജിക്കുന്നു. അതിനേക്കാൾ വലിയ വൃത്തികേട് ഈ ലോകത്ത് വേറെ എന്താടിയുള്ളത്? അമ്മേ, ദേവേട്ടൻ പരമേശ്വരൻ സാറിന്റെ അടുത്തേക്ക് പോയിരിക്കാം. എപ്പോ വേണമെങ്കിലും തിരിച്ചു വരും. ഇവിടെ ഒരു വഴക്കുണ്ടാവരുത്. കേക്കട്ടെ, ദേവനെല്ലാം കേക്കട്ടെ. അത് വേണ്ടെന്ന് കരുതിയതുകൊണ്ടാ ഇവക്ക് ഇത്ര അഹങ്കാരം. ഇവളുടെ മനസ്സിലിരിപ്പ് എന്താന്നറിയുമ്പോ ദേവൻ തന്നെ ഇവളുടെ കഴുത്തിന് പിടിച്ച് വെളിയിൽ തള്ളു. അമ്മ ഇങ്ങ് വന്നേ. ഇതിപ്പോ നിൽക്കുന്നത് വേറൊരു വീട്ടിലായതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്യുന്നില്ല. തിരിച്ച് ആറ്റുവാശ്ശേരിയിലേക്ക് പോവല്ലോ. ഇതിന്റെ കണക്ക് ഞാൻ അവിടെ ചെന്ന് തീർത്തോളാം. അല്ല സാർ, ബഡ്ജറ്റ് എത്രയാണെന്ന് അറിയാതെ. തന്റെ കയ്യിലുള്ള പണം കൊണ്ടൊന്നും പടം തീരില്ല. പക്ഷേ സൂപ്പർ സ്റ്റാറിന്റെ പടമായതുകൊണ്ട് ഫിനാൻസ് നമുക്ക് അറേഞ്ച് ചെയ്യാം, അല്ലേ സാർ? അതെത്ര വേണമെങ്കിലും പറ്റും. അതല്ല സാർ, വേറൊരു കാര്യം കൂടിയുണ്ട്. ഞാൻ ഈ പടം പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചത്. അതെനിക്കറിയാം. ശരത് എന്നോട് വിശദമായി എല്ലാം പറഞ്ഞിട്ടുണ്ട്. പ്രിയങ്കയ്ക്ക് ഹീറോയിൻ ആവണം അല്ലേ? യെസ് സർ. അതിലൊരു വിട്ടുവീഴ്ച ചെയ്യാൻ എനിക്ക് പറ്റില്ല. ഞാൻ സബ്ജക്ട് സംസാരിച്ചു വെച്ചിരുന്നത് ആർട്ടിസ്റ്റ് സംഗീതയോടാണ്. അറിയാലോ അവരെ. അവരിപ്പോ തമിഴും തെലുങ്കും ഒക്കെ ആയിട്ട് ബിസിയാണ്. അവര് ബിസി ആയിക്കോട്ടെ സാർ. ഈ പടത്തിലെ ഹീറോയിൻ പ്രിയങ്ക മതി. പിന്നെ പ്രിയങ്ക, നമ്മുടെ പ്രൊഡക്ഷൻ കമ്പനിയുടെ കാര്യത്തില് അഡ്വക്കേറ്റിന് എന്തോ പറയാനുണ്ട്. വേറെ ഒന്നുമില്ല പ്രിയങ്ക. ഓൾറെഡി നിങ്ങളൊരു കമ്പനി രജിസ്റ്റർ ചെയ്ത കാര്യം ശരത് എന്നോട് പറഞ്ഞു. അത് കണ്ടിന്യൂ ചെയ്യണ്ടെന്നാ ഞാൻ പറഞ്ഞത്. അതിന് ചില നിയമവശങ്ങളുണ്ട്. ഒരു ഫ്രഷ് നെയിം, ഫ്രഷ് കമ്പനി. പ്രിയങ്ക, ആറ്റുവാശ്ശേരി ക്രിയേഷൻസ് എന്ന് പേരിടാം. അതാവുമ്പോ
താൻ നന്നായ അതിന്റെ കൂടെ ആറ്റുവാശ്ശേരി എന്ന പേരും പ്രസിദ്ധമാവും. പിന്നെ തന്റെ അച്ഛനും അമ്മയൊക്കെ അഭിമാനിക്കും. അദ്ദേഹത്തിനോട് മുഹൂർത്തം നോക്കാൻ പറഞ്ഞാൽ അദ്ദേഹം നമ്മുടെ സൗകര്യം നോക്കി കാത്തു നിൽക്കില്ല. ചിലപ്പോ പെട്ടെന്ന് തന്നെ ഒരു തീയതി പറഞ്ഞേക്കാം, ചിലപ്പോ കുറെ കാലം നീണ്ടുപോയേക്കാം. എനിക്ക് തന്നെ അക്കാര്യത്തിൽ ഒരു ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. എന്തായാലും പ്രിയങ്ക വില്ലിംഗ് ആണല്ലോ അല്ലേ? അതെ സർ. ശരത്തെ, ഇനി ഞാനിവിടെ നിന്നാ ശരിയാവില്ല. ശരത്ത് ഇവരെയും കൂട്ടി കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കിക്കോ. പിന്നെ പ്രിയങ്ക, ഇവർക്കെല്ലാവർക്കും അഡ്വാൻസ് കൊടുക്കണം. രജിസ്ട്രേഷന്റെ കാര്യങ്ങൾ, പിന്നെ അതിന്റെയൊക്കെ ചെലവുകൾ. തൽക്കാലം ഒരു 1 കോടി രൂപ താൻ എന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തേക്കും. സോറി ശരത്തെ, കമ്പനി ഫോമായി കമ്പനിയുടെ അക്കൗണ്ടിലൂടെ അല്ലാതെ പണം ഞാൻ ട്രാൻസ്ഫർ ചെയ്യില്ല. ഐ എം സോറി സർ. എനിക്ക് ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് ശരത്തിന് നന്നായിട്ടറിയാം. എങ്കിൽ ഞാൻ പോട്ടെ സർ.